സീലാൻഡിയയിലേക്ക് വരാൻ വേണ്ടി നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്നാണ് അവരുടെ ഫ്രീ സർവീസ്. അതല്ലെങ്കിൽ പബ്ലിക് ബസ് ഉപയോഗിക്കാം. ഇനി അതും അല്ലെങ്കിൽ കേബിൾ കാർ ഉപയോഗിക്കാം. കേബിൾ കാറിൻ്റെ മുകളിൽ നിന്ന് 20 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. കേബിൾ കാറിൻ്റെ വീഡിയോ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അത് കാണേണ്ടവർ മുകളിലത്തെ കാർഡിൽ ഞെക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അപ്പോൾ ലെറ്റ്സ് ഗോ. Hello guys, welcome to Nomadic Malayali. നമ്മളിപ്പോൾ ഉള്ളത് ന്യൂസിലാൻഡിലെ വൈൽഡ് ലൈഫ് എക്കോസാങ്ച്വറിയിലാണ്, സീലാൻഡിയ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നൈസായിട്ട് ഒരു കോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ദ ഫ്യൂച്ചർ ക്യാൻ നോ ലോങ്ങർ ബി വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ഇറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ബി എന്നും പറഞ്ഞിട്ട് ടു ഡു എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സീലാൻഡിയയിൽ 10 ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അതായത് ഇത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാനും പറ്റും. ഇത് വീട്ടിലൊക്കെ നമ്മൾ ചാർജ് ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റും. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടാണ് ഇൻറ്റീരിയറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. എന്തെങ്കിലും സഹായങ്ങളൊക്കെ വേണമെങ്കിൽ മുകളിലേക്ക് ടിക്കറ്റും എക്സിബിഷൻ സ്റ്റോറും ഒക്കെ മുകളിലാണ്. കണ്ടില്ല, സ്റ്റെയറൊക്കെ നല്ല കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. താഴെ ചെറിയൊരു എക്സിബിഷൻ പോലെ എന്തൊക്കെയോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അവർ. പക്ഷെ നമുക്ക് കാണാനുള്ളതൊക്കെ മുകളിൽ ടിക്കറ്റ് എടുത്ത് ആ വഴി പുറത്തേക്ക് ഇറങ്ങണം. എന്തായാലും നമുക്ക് പോയി ഇനി ടിക്കറ്റ് എടുക്കാം. ഇവർ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റോർ ഉണ്ട്. എന്തായാലും നമുക്ക് തിരിച്ചു വരുമ്പം ആ സ്റ്റോറിൽ കയറിയിട്ട് നോക്കാം കേട്ടോ. എന്തായാലും നല്ല തിരക്കാണ് ടിക്കറ്റ് എടുക്കാൻ. നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, അയാളുടെ അടുത്ത് പോയി ടിക്കറ്റ് മേടിക്കാം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ സീലാൻഡിയത്തെ എക്സിബിഷൻ സെൻറ്റർ എന്നും പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അത് ഫ്രീ ആണ്. ആക്ച്വലി അതിന് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കണ്ട. എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഇപ്രാവശ്യം സീലാൻഡിയത്തെ ഫിലിം എന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കാണാനുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറി നോക്കാം. ഇത് കണ്ടിട്ട് ഏകദേശം ടിപ്പാപ്പ മ്യൂസിയം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ മൊവ എന്ന് പറയുന്ന ബേർഡിൻ്റെ, അത് ന്യൂസിലാൻഡിലെ ലാർജസ്റ്റ് ബേർഡായിരുന്നു. ഇപ്പോൾ എക്സ്റ്റിൻറ്റ് ആയി പോയതാണ്. അതിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഗായ്സ്, ഇപ്പോൾ നമ്മളുള്ളത് സീലാൻഡിയ മ്യൂസിയത്തിനെ പറ്റി പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ സീലാൻഡിയൻ്റെ സ്റ്റോറി ഇവിടെ ഡിപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. വാ, നമുക്ക് പോയി നോക്കാം. ഇതൊരു വോൾക്കാനിക് റോക്കാണ് ഗൈസ്, ബസാൾട്ട്. ഇതാണ് ന്യൂസിലാൻഡിൻ്റെ ബേസ്മെൻറ്റ് റോക്ക്. ഇനി തൊട്ടടുത്ത് ഇവിടെ ലൈം സ്റ്റോൺ വെച്ചിട്ടുണ്ട്. ലൈം സ്റ്റോൺ മുകളിലേക്ക് കയറി പോകുമ്പോൾ തന്നെ ഇവിടെയുള്ള പക്ഷികളുടെ മുഴുവൻ ഒരു പ്ലൈവുഡിൽ ഒരു വുഡനായിട്ട് നല്ല സെറ്റ് ചെയ്ത് കേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ മ്യൂസിയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് സാധനമെന്ന്. അപ്പോൾ അടുത്തൊരു സ്വിച്ചും ഉണ്ട്. ആ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഇതുണ്ടോ ഇവിടെ തിളങ്ങും, അതേതാ സാധനമാണ്. നൈസായിട്ടല്ലേ. നമുക്ക് റാറ്റാണ് വേണ്ടെങ്കിൽ ഇവിടെ റാറ്റെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് ഷിപ്പ് റാറ്റ്സ് ആണ്. അപ്പോൾ ഷിപ്പ് റാറ്റ് ഏതാണെന്ന് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇവിടെ ഇങ്ങനെ കാണിക്കും ഷിപ്പ് റാറ്റ്സ് ഏതാണ്. ഗോട്ട് left. സീലാൻഡിയൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു കവാടം പോലെ ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വയ്യാത്ത ആൾക്കാർക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനം കേട്ടോ, കാണാനൊക്കെ വേണ്ടി. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നമ്മളിപ്പം വന്നത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ.
ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ സീലാൻഡിയൻ്റെ എൻട്രൻസിന് മുമ്പിലാണുള്ളത്. $21 ഒരാളുടെ ടിക്കറ്റ് ഫീസ്. അതിൻ്റെ $23 കേട്ടോ റൂം പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ബ്രോഷർ കിട്ടും, ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ പുറകിൽ കറക്റ്റ് മാപ്പും ഉണ്ട്, നമ്മൾ എങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതനുസരിച്ച് പോവാം. അത് മാത്രമല്ല ഇവിടെ ഒരു ബോട്ട് സർവീസ് ഉണ്ട്. അടിപൊളി, നല്ല ആംബിയൻസ് ആട്ടോ. കിളികളെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി റൂബൻ. ഈ ഫോറസ്റ്റ് ഫുള്ള് കാടാണല്ലോ എന്നാണ് റൂബൻ പറയുന്നത്. വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ സാങ്ച്വറി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്ന എന്തൊക്കെ സാധനങ്ങളാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗായ്സ്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സാധനം കണ്ടോ, എല്ലാത്തിൻ്റെയും ഇപ്പം എത്ര സെൻറ്റിമീറ്റർ അത്, എത്ര മീറ്റർ അത് ചാടുന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാറ്റ്, ഇവിടെയുള്ള ക്യാറ്റ്, കോസിയം, റാറ്റ്, ഇതൊക്കെ എത്ര മീറ്റർ ചാടുന്നൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് തോന്നി. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒന്നിനെയും ഫീഡ് ചെയ്യരുത്, പിന്നെ ഒരു പ്ലാന്റ് എടുക്കരുത്, റബ്ബിഷ് ഒന്നും എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകരുത്, വെടിവെപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ, പടക്കം പൊട്ടിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മെയിൻലി ഇവിടെ എന്ത് ഇവർ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആൾക്കാരുടെ ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിലൂടെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ആൾക്കാർ ഇവിടെ നടക്കാനും ഓടാനും ജോഗിങ്ങിനും ഒക്കെ വേണ്ടി വരാറുണ്ട്. പക്ഷെ അതിനുപരി ഇവിടുത്തെ എക്കോസിസ്റ്റം ശരിക്കും മനസ്സിലാക്കാൻ ഇതിനേക്കാളും പറ്റിയൊരു സ്ഥലം വേറെ ഇല്ല. നമ്മൾ എന്തൊക്കെ ഇവിടെ കണ്ടുമുട്ടുന്നു നമുക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. ഓ, ഒരു സാധനങ്ങളുള്ള ചെറിയൊരു മുതല മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ആ പടത്തിൽ ഓക്കെ. ഗൈസ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാല്യൂ വ്യൂ ട്രാക്കിൽ കൂടെയാണ്. അതായത് നമ്മൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു ലുക്ക് ഔട്ട് ഉണ്ട്. അതാണ് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. എൻ്റെ ദൈവമേ ഗൈസ്, ഈ മരത്തിൻ്റെ ഹൈറ്റ് നോക്കിയേ. ഓ, സീലാൻഡ് നിർമ്മിച്ചിരിക്കുന്നുണ്ടല്ലോ, വെല്ലിംഗ്ടൺ വാലിയിലെ ഫോറസ്റ്റും പിന്നെ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം എല്ലാം അതിൻ്റെ പ്രീ ഹ്യൂമൻ സ്റ്റേറ്റിനോട് കഴിയുന്നത്ര റീസ്റ്റോർ ചെയ്തിട്ടാണ്. ഗൈസ്, ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും വേലി കെട്ടിയ എക്കോ സെഞ്ചുറി കൂടിയാണ് സീലാൻഡിയ. 225 ഹെക്ടർ, അതായത് ഏകദേശം 500 കൂടുതൽ ഏക്കറുള്ള ഇവിടെ 18 ഇനം നേറ്റീവായിട്ടുള്ള വന്യജീവികളെ ഉണ്ടായിരുന്നു. എന്നാൽ അവയിൽ ചിലത് 100 വർഷത്തിലേറെയായി ന്യൂസിലാൻഡിൽ നിന്ന് ഇല്ലാതെ ആയവയായിരുന്നു. എന്തായാലും നമുക്ക് താഴേക്ക് പോയി നോക്കാം. അതുമാത്രമല്ല, 1869 ജൂലൈയിൽ ഇവിടെ ഒരു ഗോൾഡ് റഷ് ഉണ്ടായി. താമസിക്കാതെ കുറേ പബ്ലിക് കമ്പനീസ് ഉണ്ടാക്കി. ബേക്കേഴ്സ് ഹില്ലും മോർണിംഗ് സ്റ്റാറും ഇവിടെ മൈൻസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ആരും വലിയ അളവിൽ സ്വർണം കണ്ടെത്തിയില്ല. 1873 ഈ സ്ഥലത്ത് വെല്ലിംഗ്ടൺ വാട്ടർ സോഴ്സ് ആയിട്ട് ഏറ്റെടുത്തു. നമ്മളിപ്പം താഴേക്ക് പോവുകയാണ് ഗൈസ്. റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, റെസ്റ്റ് ചെയ്താലോ? ഒരാളെത്തുന്നേ ഉള്ളൂ. വള്ളിച്ചെരുപ്പ് ഇട്ട് ഇറങ്ങിയേക്കോ ട്രക്കിങ്ങിൻ്റെ സ്ഥലത്ത്. ഓക്കെ ഗായ്സ്, നിങ്ങൾ KGF എന്നല്ലേ കേട്ടിട്ടുള്ളൂ. ഇവിടുത്തെ മോർണിംഗ് സ്റ്റാർ സ്വർണം എടുക്കുന്ന ഗോൾഡ് മൈനാണിത് കേട്ടോ. പക്ഷെ ഇതിപ്പോൾ തൽക്കാലം അടച്ചിട്ടിരിക്കുകയാണ്. മൈൻ ക്ലോസ്ഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നോ എൻട്രി ആണ്. പക്ഷേ ഇവിടെ ഗോൾഡ് മൈനിങ് നടക്കുന്ന സ്ഥലമായിരുന്നു. ടൂസ് എന്ന് പറയുന്നൊരു ബേക്കർ ഇവിടെ ഡക്കിൻ്റെ പ്രിപ്പറേഷൻ വന്നു. ഡക്ക് എന്തോ മീല് മേക്ക് ചെയ്യാൻ. അപ്പം ഇവർ കണ്ടെത്തിയതാണ് ഗോൾഡ്. അങ്ങനെയാണ് സംഭവം. പക്ഷേ സംഭവം അടിപൊളിയാണല്ലോ. ഒരു ആദ്യമായിട്ട് നമ്മളിവിടെ ഒരു ഗോൾഡ് മൈനിങ് ഒക്കെ ന്യൂസിലാൻഡ് ഉണ്ടെന്ന് കേൾക്കുന്നു.
ഗൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം കണ്ടോ, അടിപൊളിയായിട്ടില്ലേ നോക്കി, സൂപ്പർ. ഇവിടുന്ന് കാണാൻ പറ്റുമോ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തോ ആ ഗോപുരം പോലത്തെ സാധനം. ഗേറ്റ് എല്ലായിടത്തും അടച്ചിട്ടേക്ക് കേട്ടോ. ഈ ടക്കാഹെ എന്നാണ് തോന്നുന്നു കേട്ടോ. ഈ ടക്കാഹെ എന്ന് പറയുന്ന ആ ബേർഡ് അത് പറക്കില്ല, അത് നടന്നേ പോകുള്ളൂ. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലായിടത്തും ഗേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിൽ കൂടെ ഉള്ളിലേക്ക്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടാക്കഹി എന്ന് പറയുന്ന ബേർഡ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ കോഴീനെ പോലെ ഉണ്ടെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് പറക്കത്തില്ല, ഇത് ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലായിടത്തും ഗേറ്റ് വെച്ചിരിക്കുന്നത്. അത് താറാവല്ലല്ലോ, വേറെ സാധനല്ലേ? അടിപൊളി. ഇത് ശരിക്കും ബ്രൗൺ ടീൽ എന്ന് പറയുന്ന സാധനമാണ്. ഇത് ഡക്കിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഒരു മലാർഡിൻ്റെ ഒക്കെ സൈസിലുണ്ടാവും. ഫൈൻ വൈറ്റ് ഐ റിങ് വെച്ചിട്ടാണ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ന്യൂസിലാൻഡിൻ്റെ നേറ്റീവ് ആയിട്ടുള്ള പീജിയനാണ്. ബ്രൈറ്റ് വൈറ്റ് ബെല്ലിയാണ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ ഇത് പതുക്കെ വന്നിരിക്കുകയുള്ളൂ, പക്ഷേ എണീറ്റ് പോകുമ്പം, അത് പറന്ന് പോകുമ്പോൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഭയങ്കര നോയ്സ് ആയിരിക്കും. ബൈ ഹൈ ഫൈ ഹൈ ഫൈ. ന്യൂസിലാൻഡിൽ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ സീലാൻഡിയൻ്റെ പുറത്ത് അവരുടെ തന്നെ സ്റ്റോറുണ്ട്. എല്ലാം വളരെ റേറ്റ് ഒക്കെ കുറഞ്ഞ പോലെ തോന്നി കേട്ടോ. കാരണം ബാക്കി എല്ലായിടത്തും കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. ഇവിടെ $20-30 സാധനങ്ങളും ടീഷർട്ടും ഒക്കെ ഉണ്ട്. സ്കാർഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂബൻ എന്നിട്ട് നൈസായിട്ട് ഒരു ടീഷർട്ട് എടുത്തിട്ടോ. ഗായ്സ്, അപ്പം നമ്മൾ സീലാൻഡിയ കണ്ടു കഴിഞ്ഞു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 മണിക്കൂറുണ്ട് ഇത്രയും $1 കൊടുത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഈ ഷീറ്റിൽ തന്നിരിക്കുന്ന അത്രയും ബേർഡ്സിനെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. എവിടെയും ഒന്നും ഇട്ടിട്ടില്ല, അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിലാണുള്ളത്. അപ്പോൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം, അതാണ് സംഭവം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. അപ്പം see you in next video. Bye.